നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെയാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പാസ്ഓവർ ലാംബ് അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് പറയുക. പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് റിയലി പോയിന്റിങ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. പക്ഷെ ഈ പാസ്ഓവർ എന്ന വേർഡ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഇൻ എക്സോഡസിലാണ്, പുറപ്പാട് പുസ്തകത്തിലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് അല്പവിശദീകരണങ്ങൾ കഴിഞ്ഞ ഹോളി കമ്മ്യൂണിയനിൽ നൽകിയതാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ന്യൂ ടെസ്റ്റ്മെന്റിലാണ് നമ്മൾ കാണുന്നതെങ്കിലും the cross anticipated even in the Old Testament also. Genesis 22, Exodus 12. അപ്പം ഓരോ പുസ്തകങ്ങളിലും ക്രിസ്തുവിന്റെ ക്രൂശിനെ മുൻകൂട്ടി ദൈവം വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് അന്നുള്ളവർക്ക് വ്യക്തമായി വെളിപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവിടെ അന്ന് ഈജിപ്തിൽ ഓരോ കുടുംബത്തിലും അറുക്കപ്പെട്ട ആട് മറ്റാരുടെയും നിഴലല്ലായിരുന്നു. ഇറ്റ് വാസ് റിയലി പോയിന്റിങ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സോ എക്സോഡസ് 12 വരുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, പാസ്ഓവർ, ആ ഫീസ്റ്റ്, ആ ഫെസ്റ്റിവൽ ദാറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ ഗോഡ്. ഈ പാസ്ഓവർ എന്നൊരു കാര്യം നടത്താനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് ദൈവമാണ്. 2, God gave all the instructions. എങ്ങനെ നടത്തണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയതും ദൈവമാണ്. 3, വിത്ത് ആൻ ഇൻറ്റൻഷൻ. അതിൻ്റെ പിന്നിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. സോ ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓൾസോ ദ ഇൻറ്റൻഷൻ, ഇത് 3 നമ്മൾ എക്സോഡസ് ചാപ്റ്റർ 12 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആ പുറപ്പാട് പുസ്തകം 12:1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശാന്തമായി വായിച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവിന്റെ മേശ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. തിസ്രീം എന്ന് പറഞ്ഞൊരു മാസമായിരുന്നു അവരുടെ ബിഗിനിങ് ഓഫ് ദ മന്ത്. പക്ഷെ ആ മാസം ദൈവം മാറ്റിയിട്ട് ആബീബ് മാസം അവരുടെ മാസങ്ങളുടെ ആരംഭമായി. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. പാസ്ഓവറിലൂടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ദൈവം കുറിക്കുകയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിലും സ്റ്റാർട്ടിങ് എ ന്യൂ ബിഗിനിങ്. Because the Bible says if anyone is in Christ, he is a new creation. അവനൊരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലൂടെ ഒരു പുതുക്കം തുടങ്ങുന്നത് പോലെ പാസ്ഓവർ അവരുടെ ജീവിതത്തിന്റെ വർഷത്തിന്റെ പുതുക്കം തുടങ്ങുകയാണ്. ആബീബ് മാസം അവരുടെ മാസങ്ങളുടെ 1ാം മാസമായി മാറി. അപ്പൊ ഇൻസ്ട്രക്ഷൻ വാസ് ഗിവൻ. ദൈവം അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എന്താ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെന്ന് അറിയാമോ? ദൈവം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഇതാണ്: എ ടൈം ഈസ് സെറ്റ് ബൈ ഗോഡ്. ദ മന്ത് ദാറ്റ് വിൽ ബി ആബീബ് മാസമായിരിക്കണം. മാസം ഡേറ്റ് 14-ാം തീയതി ആയിരിക്കണം. ടൈം ഈവനിങ്ങിലായിരിക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോ പെസഹ ആചരിക്കുകയല്ല, ആബീബ് മാസം. So it shows the faithfulness of God. ഈ 14-ാം തീയതി രാത്രിയിൽ നിങ്ങൾ പെസഹ ആചരിക്കണമെന്ന് പറയുമ്പോൾ God was revealing that I am a faithful God. ഈ ഹോളി കമ്മ്യൂണിയൻ ഇവിടെ വരുമ്പോൾ ഇതൊരു മെസ്സേജ് പറയുക, എൻ്റെ ദൈവം വിശ്വസ്തനാ. What I said to the forefather Abraham 400 years before,
I promised, I made a covenant with Abraham that the fourth generation will be come out from Egypt. നാലാം തലമുറ ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമെന്ന് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തെങ്കിൽ നാലാമത്തെ തലമുറ ലേവി കഴിഞ്ഞു, കെഹാത്ത് കഴിഞ്ഞു, അമ്രാം കഴിഞ്ഞു. ഇത് അമ്രാമിന്റെ മകൻ മോശ നാലാം തലമുറയായപ്പോൾ God is ready to fulfill his promise. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയാം, വാഗ്ദത്തം കേട്ട് ക്ഷീണിച്ചിരിക്കരുത്. പറഞ്ഞത് ദൈവമാണെങ്കിൽ he is able to fulfill that. Believe it. ദൈവമാ പറഞ്ഞതെങ്കിൽ he is faithful. He is always faithful to keep the covenant. അബ്രഹാം മരിച്ചു കേട്ടോ. ഒരു മകനില്ലാതിരിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞേ, നിന്റെ സന്തതി, മകൻ ജനിക്കാത്ത മച്ചി എന്ന് പറഞ്ഞ സാറായോടും അബ്രഹാം കുടുംബത്തോട് പറയുക, നിങ്ങളുടെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് സേവിക്കും. പക്ഷെ നാലാം തലമുറ എന്നൊരു തലമുറ ഉണ്ടെങ്കിൽ അന്ന് അവരുടെ പുറപ്പാടിന്റെ ദിനമായിരിക്കും. കേട്ട വാഗ്ദത്തം കേട്ട അബ്രഹാം മരിച്ചുപോയെങ്കിലും പറഞ്ഞ ദൈവം അത് നിവർത്തിക്കാൻ ശക്തനായ ദൈവമാ. So it shows the faithfulness of God. It shows the mighty power of God. ഞാൻ വിശ്വസ്തൻ മാത്രമല്ല, ഞാൻ സർവശക്തനായ ദൈവമാ. ബിക്കോസ് ഇപ്പോൾ ജനം ഇരിക്കുന്നത് അന്നത്തെ ഏറ്റവും ലോക സാമ്രാജ്യങ്ങളുടെ ശക്തിയുറ്റ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴില. ഇരുമ്പ് രഥങ്ങളുള്ള ഫറവോന്റെ കയ്യില. പക്ഷേ ഫറവോൻ എത്ര ശക്തനാണെങ്കിലും അതിനേക്കാൾ സർവശക്തനാണ് ഞാൻ എന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവുക. നമ്മളെ കീഴടക്കി വെച്ചിരിക്കുന്ന പാപത്തിന്റെ ശക്തിയല്ല വലുത്, നമ്മളെ കീഴടക്കി വെച്ചിരിക്കുന്ന അന്ധകാരമല്ല വലുത്, നമ്മളെ കാർന്നു പിടിച്ചിരിക്കുന്ന രോഗമല്ല വലുത്. അതിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ സർവശക്തിയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. Praise God. So it revealed the mighty power of God, the faithfulness of God. അതാണ് ദൈവം അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു കാരണം. പക്ഷേ ഇൻസ്ട്രക്ഷൻ വാസ് ഗിവൺ ബൈ ഗോഡ്. പാസ്ഓവർ ഒരിക്കലും നിങ്ങളുടെ ഐഡിയ അല്ല, ഹോളി കമ്മ്യൂണിയൻ നമ്മുടെ ഐഡിയ അല്ല. അത് ഞാൻ എങ്ങോട്ട് വന്നിനി എനിക്കൊരു പുതിയ, ഇവിടെ അങ്ങനെ ഐഡിയ ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഐഡിയ വെക്ക് നമ്മൾ വീട്ടിൽ വെച്ചാൽ മതി. സഭയ്ക്കകത്ത് ആരുടെ ഐഡിയ കൊണ്ടുവന്ന് ഒന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. സഭയ്ക്ക് ഒരൊറ്റ ഐഡിയ ഉണ്ട്, തിരുവെഴുത്തുകളാ. സോ ഹോളി കമ്മ്യൂണിയൻ ഐഡിയ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഐഡിയ. അതിന് ഡേറ്റ്, മന്ത്, ടൈം, ഗോഡ് ഫിക്സ്ഡ് ദ ഡേറ്റ്. ഗോഡ് സെറ്റ് എ ഡേറ്റ്. എന്നിട്ട് പറഞ്ഞു ലാംബ് ഓർ ഗോഡ്. നിങ്ങളൊരു കോലാടിനെയോ ഒരു കുഞ്ഞാടിനെയോ എടുക്കണം. Each family has to take one. ഓരോ കുടുംബവും ഓരോ ആട്ടിൻകുട്ടിയെ വീതം എടുക്കണം. ഇനി ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരു കൊച്ചു കുഞ്ഞേ ഉള്ളൂ, ഒരാട്ടിൻകുട്ടിയെ എടുത്താൽ അവർക്കത് മുഴുവൻ ഇവിടെ കഴിച്ചു തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ അയൽപക്കക്കാരോട് പറയണം, ഞങ്ങൾ എന്തായാലും ഒരു ആടിനെ കണ്ടിക്കാൻ, നിങ്ങൾ ആടിനെ കെട്ടണ്ട, ഇങ്ങോട്ട് പോരാൻ പറയണം. ഹലോ, നല്ല ഫുഡൊക്കെ വെക്കുമ്പോഴേ ഇത് വേസ്റ്റായി പോകാതിരിക്കാനേ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് പറയണം, ഞാൻ ഇച്ചിരി എന്തായാലും കുക്ക് ചെയ്തു, എനിക്ക് ഇച്ചിരി ഫ്രീ ആയിരുന്നു, നല്ല കുക്കാ, വാ കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കണം. കാരണം അത് വേസ്റ്റായി പോകരുത്. അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവം ആട്ടിൻകൂട്ടി എടുത്തിട്ട് പറയാ, അയൽവക്കക്കാരെ കൂടെ വിളിച്ചിട്ട് നിങ്ങളിത് ഒന്നിച്ച് ഭക്ഷിക്കണം. സോ ദ റോസ്റ്റഡ് മീറ്റ്, ദ ബിറ്റർ ഹെർബ്സ്, അൺലെവൻഡ് ബ്രെഡ്, 3 കാര്യങ്ങൾ അന്ന് രാത്രി കഴിക്കേണ്ടത്. ദ റോസ്റ്റഡ് മീറ്റ്, unleavened bread and the bitter herbs. ഇത് 3 രാത്രിയിൽ കഴിക്കുമ്പോൾ that's giving, reminding something in their heart. അവരുടെ ഹൃദയത്തിൽ ചില ഓർമ്മകൾ വരികയാണ്. ആ റോസ്റ്റഡ് മീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ റോസ്റ്റഡ് മീറ്റ് അവർ കഴിക്കുന്നത് അവർക്ക് 40 വർഷം മുൻപോട്ട് പോകാനുള്ള സ്ട്രെങ്ത്. സെയിം ടൈം നിങ്ങൾ ഈ ആടിനെ കൊല്ലുമ്പോൾ ആടിന്റെ ബ്ലഡ് നിങ്ങൾ കളക്ട് ചെയ്യണം, കളയരുത്. ആ ബ്ലഡ്
you have to apply the doorpost. When I will pass, I will see the blood. I am not looking the board. Whose house is that? Which house name is that? മറ്റേ തലപ്പത്തെ കുടുംബമാണോ നല്ല ദൈവം നോക്കുന്നത്, ബ്ലഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാ. കുടുംബ പേര് നോക്കിയിട്ടല്ല ഞാൻ പാസ് ചെയ്യുന്നേ. ഓ അതില്ല മറ്റേ കുടുംബത്തിലെ, എന്നാ പിന്നെ അങ്ങോട്ട് കയറണ്ട. നോ, ഏത് വലിയ കുടുംബത്തിലെ ആണെന്ന് പറഞ്ഞാലും ദൈവം നോക്കുന്നത് കുടുംബ പേരല്ല, കുടുംബനാഥന്റെ പേരല്ല, അവന്റെ ഡിഗ്രി അല്ല. As he applied the blood, ബ്ലഡ് ഡോർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ 10-ാം തീയതി ആട്ടിൻകുട്ടിയെ സെലക്ട് ചെയ്യണം. 4 days എക്സാമിൻ ചെയ്യണം. വിത്തൗട്ട് ബ്ലെമിഷ് ആൻഡ് ഡിഫക്റ്റ്, ഒരു ഡിഫക്റ്റും ഇല്ലാത്ത, ഊനമില്ലാത്ത ഒന്നിനെ ആയിരിക്കണം. 4 ദിവസം വീട്ടിനകത്ത് നിർത്തി എക്സാമിൻ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കും. രോമങ്ങൾ മുഴുവനും നോക്കണമെന്ന, കൈയുടെ നഖങ്ങൾ നോക്കണം, കാലിൻ്റെ നഖങ്ങൾ നോക്കണം, ചെവിക്കകത്ത് നോക്കണം. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ക്വാളിഫൈഡ്. ഈ ലാംബ് ആരെയാ പോയിന്റ് ചെയ്യുന്നതെന്നറിയാമോ? ജീസസ്. യേശുക്രിസ്തു from birth to death, 33.5 years he lived among his family, disciples. Everyone said, he knew no sin. He did no sin. In him there was no sin. He is the perfect lamb. പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ. ഒറ്റ കൊടുത്ത യൂദാ പോലും പറയുക, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റ കൊടുത്തല്ലോ. വിധിക്കാൻ നിന്ന പീലാത്തോസ് പറയുകയാ, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. കൂടെ മരിക്കാൻ ദുഷ്പ്രവർത്തിക്കാരായി കിടന്ന ഒരുവൻ പറയുക, നാമോ ന്യായമായത് അനുഭവിക്കുന്നു, ഇവനോ നീതിമാനാണ്, അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. 6 കോടതികളിലും ആവർത്തിച്ചു പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. He knew no sin. He did no sin. In him there was no sin. He was the perfect lamb. Praise God. പെസഹായായിട്ട് അന്ന് അവരറുത്ത ആട് was pointing Jesus Christ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, the manner how to eat. എന്താ അവിടെ പറഞ്ഞെന്നറിയാമോ? വേഴ്സ് 11 ഒന്ന് വായിക്കാമോ? 12:11. അരകെട്ടി. നിങ്ങൾ ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഡ്രസ്സപ്പ് ആയിരിക്കണം. അരകെട്ടുക എന്ന് പറഞ്ഞാൽ റെഡി ടു ഗോ, നോട്ട് റെഡി ടു ഫൈറ്റ്. ഹലോ, അരകെട്ടിയാൽ അതിന്റെ അർത്ഥം നോട്ട് റെഡി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഫറോ. ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ എ വാർ. ദിസ് ഈസ് ദ ടൈം ഫോർ യുവർ റിഡംഷൻ. ഇത് ഫൈറ്റിനുള്ള സമയമല്ല. അരകെട്ടുക എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും സൈറൻ മുഴങ്ങും. ആ സമയത്ത് യു മസ്റ്റ് ബി റെഡി. The Holy Communion giving a message to the church. At any time the trumpet will blow. You have to be ready. ഞാൻ വരുവോളം. അതിൻ്റെ അർത്ഥം ഈ ഹോളി കമ്മ്യൂണിയൻ പറയുക, കർത്താവ് ഇതുവരെ വന്നില്ല. മേ ബി ടുനൈറ്റ്, മേ ബി ടുമാറോ, nobody knows the time. But ബെൽറ്റ് കെട്ടിക്കൊണ്ട് അടുത്ത പറയുന്നത് എന്താണെന്നറിയാമോ? കാലിൽ ചെരുപ്പിട്ടും. അന്ന് അവരിട്ട ചെരുപ്പ് 40 വർഷത്തേക്കായിട്ടെ. ആ ചെരുപ്പ് പിന്നെ എന്ത് ചെയ്തില്ല? തേഞ്ഞു പോയില്ല. അത് യാത്രയെ പറയുക. They are pilgrims. They are travelers.
We all are pilgrims. We are travelers. ഒന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മൾ എവിടുന്നൊക്കെ യാത്ര ചെയ്തു. ഞാനായിരുന്നേ കേരളത്തിൽ നിന്ന് കേരള എക്സ്പ്രസ്സിൽ കയറി ഡൽഹി പോയി സെമിനാരി പഠിച്ചു. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ചാടി നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി, അവിടുന്ന് ചാടി ഇപ്പൊ അവസാനം വന്ന് ഒക്കരോമേലായി. ഇവിടെ നിൽക്കത്തില്ല കേട്ടോ. സമയത്തിനു മുമ്പേ പോകാൻ ആഗ്രഹിക്കുക. We are travelers. We are traveling. ട്രാവലേഴ്സിന്റെ കയ്യിൽ അത്യാവശ്യ കാര്യങ്ങളെ കാണത്തുള്ളൂ. അത്യാവശ്യ കാര്യങ്ങൾ. അവർക്കറിയാം വെയിറ്റ് കുറയുന്നതാണ് നല്ലത്. ഇന്ത്യൻ റെയിൽവേയുടെ ചിന്ത ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകമായ അവരിങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട്, വെയിറ്റ് കുറയുന്നെങ്കിൽ യാത്ര സുഖമാകുമെന്ന്. എത്രയും വെയിറ്റ് നിങ്ങൾ കുറച്ചെടുക്കാമോ അത്രയും നിങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാം. പക്ഷേ ട്രാവലേഴ്സ് അത് മാത്രമല്ല, അവരുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി അവരോട് പറയുന്നത്, യു ആർ എ പിൽഗ്രിം. നീ ഒരു യാത്രക്കാരൻ. നിനക്ക് എപ്പോഴെങ്കിലും ഒക്കെ ക്ഷീണം വരുമ്പോൾ നീ വടി ചാരിയേ പറ്റത്തുള്ളൂ. യു ഹാവ് ടു ലീൻ. നിന്റെ സ്വശക്തി കൊണ്ട് നിനക്ക് പാൻ പറ്റത്തില്ല. വടി കയ്യിൽ പിടിച്ച് കാലിൽ ചെരുപ്പിട്ട് അരകെട്ടി അവർ പറയുകയാണ്, റെഡി ആയിട്ട് നിൽക്കണം. ഈ രാത്രി നിങ്ങളുടെ പുറപ്പാടിന്റെ രാത്രിയാ. തിരുമേശ ഒരാഘോഷമാണെന്ന് ചിന്തിക്കരുത്. യെസ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സെലിബ്രേഷൻ ആണിത്. അപ്പോൾ തന്നെ വി ആർ പ്രിപ്പയറിംഗ് ourselves. നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ ഈ ആട്ടിൻകുട്ടിയെ ഇവരുടെ വീട്ടിനകത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുക 4 days. 4 ദിവസം ആട്ടിൻകുട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അത് അവരുടെ പെറ്റായിട്ട് അങ്ങ് മാറി അവരുടെ വീട്ടിനകത്ത് നിർത്തിയപ്പോ. പക്ഷെ the 4th day night they could have to cut. അവർക്ക് ആ ആടിനെ എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം not the life of the lamb saved them from the judgment but the death. ആടിൻ്റെ 4 ദിവസം അവരുടെ കൂടെ ജീവിച്ച ജീവിതമല്ല ന്യായവിധി അവരെ രക്ഷിക്കാൻ പോകുന്നത്, ആടിൻ്റെ മരണമാ. ക്രിസ്തുവിൻ്റെ ടീച്ചിങ് നല്ലതാ, ക്രിസ്തുവിൻ്റെ മിറക്കിൾസ് നല്ലതാ, വെള്ളത്തിൽ നടന്ന യേശുവിനെ നല്ലതാ പ്രസംഗിക്കാൻ. പക്ഷേ ക്രൂശിൽ മരിച്ച ക്രിസ്തുവാ എന്നെ രക്ഷിച്ചത്.